മനപ്രയാസമല്ല, എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുക. ഇനി അങ്ങോട്ട് ലൈവല്ല, ഈ ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് ഞാൻ ഇനി ഇതില്ല. നിങ്ങൾക്ക് അറിയാനുള്ള അരീന ആനിമേഷൻ ചിന്നക്കടയില് എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നു. പോകുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ആരാ നോക്കുന്നത്? അതിൻ്റെ ഫീസും കാര്യങ്ങളെല്ലാം ഫ്ലവേഴ്സാണ് നോക്കുന്നത്. എങ്ങനെ അതിന്റെ എത്ര വർഷത്തെ കോഴ്സാണ് അത്? ഇത് 3 ഇയർ കോഴ്സ്. 3 ഇയർ കോഴ്സാണ്. ഇപ്പൊ എത്ര വർഷമായി? 1 വർഷം ആകാൻ പോകുന്നു. ഓഗസ്റ്റ് ആകുമ്പോൾ 1 വർഷം. റീസെന്റ് കിച്ചു ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഇന്റർവ്യൂവിന്റെ അടിയിൽ കൊണ്ടുവന്ന് കിച്ചു ഒരു കമന്റ് ഇട്ടിട്ടുണ്ടല്ലേ? കമന്റ് ഇട്ടായിരുന്നു. അതെന്താ അങ്ങനെ ഇടാനൊരു സാഹചര്യം വന്നേ? അത് എൻ്റെ പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ ആരാ നോക്കുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. ഞാൻ ഫ്ലവേഴ്സിൻ്റെ പേരാണ് പറഞ്ഞിരുന്നത്. അപ്പം അത് വന്നപ്പം ഇറങ്ങിയപ്പം ആ ഫ്ലവേഴ്സ് എന്നുള്ളത് കട്ടായിപ്പോയി. അപ്പം ഞാൻ അങ്ങനെ ഒരു കമൻ്റ് ഇട്ട്, പക്ഷെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന എൻ്റെ കമൻ്റ് അല്ല, അത് വേറെ അക്കൗണ്ട് ആയിട്ടുള്ള കമൻറ്റാണ്. അതെങ്ങനെയാണ്? കിച്ചുവിൻ്റെ അക്കൗണ്ട് അല്ലേ അത്? അല്ലല്ല, അത് എൻ്റെ അക്കൗണ്ട് അല്ല, അത് വേറെ അക്കൗണ്ടാണ്. അത് വേറെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് അവർ തന്നെ എനിക്ക് തോന്നുന്നു ഇട്ടായിരിക്കണം. അവർ എന്നെ പിൻ ചെയ്തായിരുന്നു. ഞാൻ വിളിച്ച് ചോദിച്ചു എന്താ ഇങ്ങനെ മാറ്റാൻ കാരണം. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തോ ഓഡിയോ ആ ടൈമിൽ കറക്റ്റായിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് പിൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അവർ ആ കമൻ്റ് അല്ല പിൻ ചെയ്തേക്കുന്നു, വേറെ അവർ തന്നെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അതെടുത്ത് പിൻ ചെയ്യിച്ചേക്കുന്നു. അല്ല, അപ്പോൾ അത് കിച്ചുവിൻ്റെ അക്കൗണ്ട് അല്ല അത്? അല്ലല്ല, എൻ്റെ അക്കൗണ്ട് അല്ല, പിൻ ചെയ്ത് വെച്ചേക്കുന്ന എൻ്റെ അക്കൗണ്ട് അല്ല. അപ്പോൾ കിച്ചുവിൻ്റെ അക്കൗണ്ട് ഏതാ? എൻ്റെ അല്ലാണ്ട് കിച്ചു എന്നുള്ള അതിൻ്റെ താഴെ തന്നെ കിടപ്പുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിൻ ചെയ്ത് വെച്ചേക്കണതിന് എങ്ങോട്ട് 9,000 എങ്ങോട്ട് ലൈക്കോ കമന്റ്സോ സാധനങ്ങളൊക്കെ എഴുതിയേക്കുന്ന രണ്ടും സെയിം കാര്യങ്ങളാണ്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന എൻ്റെ അക്കൗണ്ട് അല്ലെന്ന്. ഓ, അപ്പൊ അവര് വിളിച്ച് സംസാരിച്ചില്ലായിരുന്നോ? ഞാൻ കാര്യം പറഞ്ഞു, ഈ പിൻ ചെയ്ത കാര്യം ഞാൻ സംസാരിച്ചില്ല. പിന്നെ അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രേണുവമ്മ എന്താ ചെയ്യുന്നത്? ഇപ്പൊ രേണുവമ്മ ഇതിന് പൈസ മുടക്കുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. എൻ്റെ എന്തെങ്കിലും ചിലവിന് എന്തെങ്കിലുമൊക്കെ ചില്ലറ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ല പഠിത്തം കാര്യമൊക്കെ നോക്കുന്ന ഫ്ലവേഴ്സ് തന്നെ മൊത്തം. ഈ മന്ത്ലി കറക്റ്റ് ആയിട്ട് അവര് ഫീസ് അവര് കോളേജിലേക്ക് അടയ്ക്കുവാണോ അതോ കോളേജിലോട്ട് അടയ്ക്കുന്നത്? അത് കിച്ചു വിളിച്ചു പറയേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രാവശ്യം മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പറയുകയും ചെയ്തു, നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസം മുമ്പോട്ടുണ്ട്. മനപ്രയാസമല്ല, എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുക. ഇനി അങ്ങോട്ട് ലൈവല്ല, ഈ ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് ഞാൻ ഇതില്ല. നിങ്ങൾക്ക് അറിയാനുള്ളത് ഇപ്പം നേരിട്ട് എന്നോട് ഇപ്പം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ലൈവ് ഒരു ഇൻ്റർവ്യൂ ആയിട്ട് ഞാൻ ഇനി ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എന്നോട് ഡയറക്റ്റ് ചോദിക്കാം. ലക്ഷ്മി നക്ഷത്ര ചേച്ചിയുടെ അമ്മയെ പറ്റി മുമ്പ് വാർത്തക്കാർ ചോദിച്ചപ്പോൾ വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് മറുപടി കൊടുത്തത്. ലക്ഷ്മി ചേച്ചിയുമായി ഇപ്പോൾ വല്ല ഉടക്കുമുണ്ടോ? ഞാനായിട്ടൊരു കുഴപ്പമില്ല, അമ്മയായിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്ക് മെസ്സേജൊക്കെ ഇടാറുണ്ട്. അമ്മ അവർക്കുന്നത് അവരുടെ ഇഷ്ടമാണ്, പക്ഷെ പലരും ചേർന്ന് ഇപ്പോൾ അവരെ ഒരു കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സ്വയമായിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചു പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. ഞാൻ എങ്ങനെ അമ്മയെടുത്ത് ചെന്നിങ്ങനെ പറയുക? അമ്മയുടെ പുതിയ ആൽബം കണ്ടോ? എന്താണ് അഭിപ്രായം? കുഴപ്പമില്ല, ആക്ടിങ് ഇതാക്കണം, റെഡിയാവുമായിരിക്കും. അതെ, തുടക്കം എല്ലാവരും കിട്ടില്ലാവണമെന്നില്ലല്ലോ. മോനെ രേണുവിനെ പറ്റി ആരെന്ത് പറഞ്ഞാലും മോൻ്റെ അമ്മയാ മോനറിയാം, അത് മാത്രം നോക്കിയാൽ മതി. ഋതപ്പൻ്റെ ചേട്ടായിയാണ്, ചേട്ടായി എന്നും ഉണ്ടാവണം, നന്നായി പഠിച്ച് നല്ല നിലയിലെത്തണം. ഉറപ്പായിട്ടും. അപ്പൊ നമ്മുടെ കൊല്ലം സുധിയുടെ മകനും അതേപോലെ തന്നെ ഫ്ലവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിട്ടുള്ള ആ ഒരു വിഷയം. അപ്പൊ ഈ ഒരു വിഷയം ഒരു 2-3 ദിവസമായിട്ട് ഇങ്ങനെ കടന്നു വേണ്ടി പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് ഫ്ലവേഴ്സ് ആണ് ഈ നമ്മുടെ കൊല്ലം സുധിയുടെ മകനായിട്ടുള്ള ഈ കിച്ചു എന്ന് പറഞ്ഞ ഈ പയ്യനെ പഠിപ്പിക്കുന്നത് ഫ്ലവേഴ്സ് ആണ് ഇപ്പൊ നിലവിൽ. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാരനെ പറ്റി ചോദിച്ചപ്പോഴത്തേക്കും ഈ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഫ്ലവേഴ്സ് ആണ് എന്നെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഭാഗം മാത്രം അവരങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ്. അത് അതിന് കട്ട് ചെയ്യാനായിട്ടുണ്ടായ കാരണം എന്താണെന്ന് ആവശ്യപ്പോഴത്തേക്കും അവർ പറഞ്ഞ്, അതായത്
അതായത് അതിങ്ങനെ ഓഡിയോന്റെ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് അത് കട്ട് ചെയ്ത് കളഞ്ഞാണെന്ന് പറഞ്ഞ് അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരൻ പറഞ്ഞു അത് അപ്പം എങ്ങനെയാണ് ഞാൻ ഒരു കമന്റ് ഇടാം, ആ കമന്റ് പിൻ ചെയ്ത് വെക്ക് എന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പോഴത്തേക്കും ഈ പുള്ളി എന്നിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്ത് ആ കമന്റ് പിൻ ചെയ്ത് വെക്കാണ്ട് വേറൊരു കമന്റ് എടുത്തിട്ട് അത് പിൻ ചെയ്ത് വെച്ച്. അപ്പൊ ഇതൊക്കെ എന്തിനാണെന്നുള്ളത് ഒരു വലിയൊരു ചോദ്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫ്ലവേഴ്സ് പഠിപ്പിക്കണം എന്ന് പറയുന്നതിനകത്ത് എന്താണ് വിഷയമെന്നൊന്നും എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്താണെങ്കിലും ഇതിനെ തുറന്നിട്ടാണ് ഇപ്പോൾ ഈ പുള്ളി ലൈവിനകത്ത് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ആ ലൈവിനകത്താണെങ്കിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതായത് ഇനി ഞാനൊരു ഇന്റർവ്യൂവും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്ന് പുള്ളിക്കാരൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇന്റർവ്യൂവിനകത്താണെങ്കിലും എന്തൊക്കെ ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. അതായത് ഇപ്പൊ ഈ പുള്ളിക്കാരനെ അമ്മ ചെയ്യണത് അല്ലെങ്കിൽ ഈ കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണു ചെയ്യുന്ന കാര്യങ്ങളിനകത്ത് എനിക്കും വിയോജിപ്പുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ കൊല്ലം സുധിയുടെ ആ ഒരു അത് വെച്ചിട്ട് അത്യാവശ്യം ഫേമസ് ആവാനും അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി വെച്ചിട്ട് ഫേമസ് ആവാൻ നോക്കുന്നതിനോടൊക്കെ എനിക്ക് എതിർപ്പാണുള്ളത്. അപ്പൊ അതേപോലുള്ള ഒരു കാര്യങ്ങളാണ് പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാളെ പറ്റിയിട്ട് എന്തിനാണ് അവരുടെ മകനോട് അതൊക്കെ ചോദിക്കുന്നത്? ഇപ്പൊ അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ അവരോട് ചോദിക്കണം, അല്ലാണ്ട് അവരുടെ വീട്ടുകാരോടോ അല്ലെങ്കിൽ അവരുടെ മക്കളോടൊക്കെ അത് ചോദിക്കേണ്ട കാര്യം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അതേപോലുള്ള കാര്യങ്ങളാണ് ഇവർ ഈ ഇന്റർവ്യൂവിനകത്തൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇന്റർവ്യൂ കൊടുക്കാണ്ടിരിക്കണം ആണ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും അതെന്തായാലും നല്ല കാര്യം തന്നെയാണ്. അപ്പൊ ആ ഒരു മറ്റേ ലൈവ് നിങ്ങൾ മൊത്തം കണ്ടല്ല, അതിനകത്ത് പുള്ളിക്കാരൻ ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും അത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് വീഡിയോയുടെ കമന്റ്. അപ്പോൾ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നവർക്ക് ബിസി ചെയ്യും. അവരുടെ ഇഷ്ടമാണ്, പക്ഷെ പലരും ചേർന്ന് ഇപ്പോൾ അവരെ ഒരു കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സ്വയമായിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചു പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. ഞാൻ എങ്ങനെ അമ്മയെടുത്ത് ചെന്ന് ഇങ്ങനെ പറയുക? അമ്മയുടെ പുതിയ ആൽബം കണ്ടോ, എന്താണ് അഭിപ്രായം? കുഴപ്പമില്ല, ആക്ടിങ് ഇതാക്കണം, റെഡി ആവുമായിരിക്കും. അതെ, തുടക്കം എല്ലാരും കിട്ടില്ലാവണമെന്നില്ലല്ലോ. മോനെ രേണുവിനെ പറ്റി ആരെന്ത് പറഞ്ഞാലും മോന്റെ അമ്മയാ മോനറിയാം, അത് മാത്രം നോക്കിയാൽ മതി. ഋതപ്പന്റെ ചേട്ടായിയാണ് ചേട്ടായി എന്നും ഉണ്ടാവണം, നന്നായി പഠിച്ച് നല്ല നിലയിലെത്തണം. ഉറപ്പായിട്ടും അവരുടെ ഇഷ്ടമാണ്, പക്ഷെ പലരും ചേർന്ന് ഇപ്പോൾ അവരെ ഒരു കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സ്വയമായിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചു പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. ഞാൻ എങ്ങനെ അമ്മയെടുത്ത് ചെന്ന് ഇങ്ങനെ പറയുക? അമ്മയുടെ പുതിയ ആൽബം കണ്ടോ, എന്താണ് അഭിപ്രായം? കുഴപ്പമില്ല, ആക്ടിങ് ഇതാക്കണം, റെഡി ആവുമായിരിക്കും. അതെ, തുടക്കം എല്ലാരും കിട്ടില്ലാവണമെന്നില്ലല്ലോ. മോനെ രേണുവിനെ പറ്റി ആരെന്ത് പറഞ്ഞാലും മോന്റെ അമ്മയാ മോനറിയാം, അത് മാത്രം നോക്കിയാൽ മതി. ഋതപ്പന്റെ ചേട്ടായിയാണ് ചേട്ടായി എന്നും ഉണ്ടാവണം, നന്നായി പഠിച്ച് നല്ല നിലയിലെത്തണം. ഉറപ്പായിട്ടും അവരുടെ ഇഷ്ടമാണ്, പക്ഷെ പലരും ചേർന്ന് ഇപ്പോൾ അവരെ ഒരു കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സ്വയമായിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചു പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. ഞാൻ എങ്ങനെ അമ്മയെടുത്ത് ചെന്ന് ഇങ്ങനെ പറയുക? അമ്മയുടെ പുതിയ ആൽബം കണ്ടോ, എന്താണ് അഭിപ്രായം? കുഴപ്പമില്ല,